ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ മാരാമൺ ഭദ്രാസനത്തിൻ്റെ മാസയോഗം ഇന്ന് കരിപ്പുഴ സഭയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. എല്ലാ ദൈവമക്കളെയും കർത്തൃനാമത്തിൽ ദൈവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉടനെ തന്നെ പ്രാർത്ഥിച്ച് ഈ മാസയോഗ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹവും മനോഹരവുമേറിയതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാത സമയത്ത് പിതാവായ ദൈവമേ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിപ്പാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വിശുദ്ധ ദൈവാലയത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് നൽകിയ എല്ലാ സാവകാശത്തെ ഓർത്ത് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പിതാവായ ദൈവമേ, ഭദ്രാസനത്തിൻ്റെ കർത്താവെ, മുമ്പോട്ടുള്ളതായ നടത്തിപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയതായ ശുശ്രൂഷയായ ഈ മാസയോഗത്തിലേക്ക് കർത്താവെ കടന്നു വന്നിരിക്കുന്നതായ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസികവും ശാരീരികവും ഒക്കെയായി പ്രയാസവും പ്രതികൂലവും ഒക്കെ ഉണ്ടെങ്കിലും ദൈവസന്നിധിയോടടുത്ത് വരുവാൻ തക്കോണം അവിടുന്ന് നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സഭയുടെ വികാരിയെ തിരുക്കരങ്ങളിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ പിതാവെ, സഭയെ മുൻപോട്ട് നയിപ്പാൻ തക്കവണ്ണമുള്ളതായ സകലവിധമായ കഴിവും കൃപകളും നൽകി അവിടുന്ന് പരിപാലിക്കണമേ. സഭാ ശുശ്രൂഷകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകകാൽ കർത്താവെ, ഈ മാസയോഗം ക്രമീകരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കാണിക്കുന്നതായ താല്പര്യത്തെ ഒക്കെയും അവിടുന്ന് മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മാസ സെക്രട്ടറിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വളരെ ദൂരം വാഹന യാത്ര ചെയ്ത് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി പിതാവായ ദൈവമേ, നല്ലൊരു ശുശ്രൂഷ ചെയ്തെടുപ്പാൻ തക്കവണ്ണം തന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ അടിയന്തരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കടന്നു വന്നിരിക്കുന്നവരെ ഒരിക്കൽ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാനുള്ളവരെയും അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവമേ, എത്രയും ഭംഗിയും ചന്തവുമായി ചെയ്തെടുപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു മൂലം അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം പിതാവേ. ഗ്രഹത്തിൻ നാദിപതിയേ
മധ്യസ്ഥ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ ജോർജ് സാറ് സങ്കീർത്തനം വായിക്കുന്നത്. പ്രാർത്ഥനയ്ക്കായിട്ട് 19-ാം സങ്കീർത്തനം നമുക്ക് വായിക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി 19-ാം സങ്കീർത്തനം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കുപഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭക്ഷണവുമില്ല, വാക്കുകളുമില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിലെല്ലായിടവും അതിന്റെ അളവ് നൂലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്നും പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ട് ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്ത് നിന്നും അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവും ആകുന്നു. അതിന്റെ ഉഷ്ണം ഏൽക്കാതെ മറിഞ്ഞിരിക്കുന്നതൊന്നുമില്ല. യഹോവയുടെ ന്യായപ്രമാണം തകവുള്ളത്, അതോ പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടലിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിൽ വളരെ പ്രതിഫലമുണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവർ ആർ? മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സമൂഹഭാഗങ്ങളെ അകറ്റിയടയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാപരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പ് എന്നമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് മാസ്യോഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. നമ്മുടെ ഇന്നത്തെ ആരാധന ദൈവത്തിന് സൗരഭ്യമുള്ള വാസനയാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ അങ്ങയുടെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തിവിധങ്ങളോട് ആരെങ്കിലും കഷ്ടതയുടെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ, ദുഃഖത്തിന്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്നത്തെ ഒരു വിടുതലിന്റെ പകൽക്കാലമാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും രോഗത്തിന്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത്ഭുത സൗഖ്യത്തിന്റെ ഒരു പകൽക്കാലമാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും കഷ്ടത, പ്രയാസത്തിന് നടുവിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക മണ്ഡലങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാക്കി നമുക്ക് മാറ്റുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാരാമൻ ഭദ്രാസനത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഭദ്രാസനത്തിന്റെ അധിപനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് കടന്നു വന്ന കർത്താവിന്റെ വിലയേറിയ അഭിഷക്തന്മാര് തോമസ് ജോണച്ചൻ, അതുപോലെ തന്നെ പയ്യമ്പള്ളി അച്ഛൻ, ഇവരെയൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യാത്രയിലായിരിക്കുന്നവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കടന്നു വരാത്ത വൈദികരെയൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സഭാപ്രവർത്തകരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്നത്തെ അനുഗ്രഹം കർത്താവെ ഈ ഭദ്രാസനാധിപനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ആംഗ്ലിക്കൻ സഭയുടെ മെത്രാപ്പോലിത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് മാത്രം ജോർജ് സാറ് പ്രാർത്ഥിച്ചാട്ടെ.
ഞങ്ങളെ വളരെയധികമായി സ്നേഹിക്കുന്ന അളവില്ലാത്ത സുഹൃതാൻ ദൈവമേ, വലിയവനായിരിക്കും ദൈവമേ, സ്തോത്രം. നിങ്ങളുടെ മാരാമൻ ഭദ്രാസനത്തിന്റെ ഒരു മാസയോഗം ഈ ദേവാലയത്തിൽ വെച്ച് നടത്തുവാൻ വലിയവനായിരിക്കുന്ന ദൈവം ഇടയാക്കിയനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ മാസയോഗത്തിന്റെ ആരംഭം മുതൽ ഈ മാസയോഗത്തിന്റെ ദേശമയം വരെയും അടിയങ്ങളെ കുടുംബമായിട്ട്, വ്യക്തിപരമായിട്ട്, സഭയായിട്ടോ അടിയങ്ങളെ പരിപാലിച്ച മകൾ സ്നേഹത്തെ ഓർത്തുകൊണ്ട് സ്തോത്രം. ഇപ്പോൾ കർത്താവേ, പ്രിയ ദൈവദാസൻ പേര് പറഞ്ഞ വ്യക്തി ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ അധിപദ്രാസന അധിപനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തന്നെ മകനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ക്ഷീണങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകാതെ ഈ ജനത്തെ നയിക്കുവാൻ ആവശ്യമായ ആരോഗ്യം ബലവും ശക്തിയെല്ലാം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസന ദൈവനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കും ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. അമേരിക്കയുടെ പ്രദേശത്താണ് താൻ പോയിരിക്കുന്ന സ്ഥലത്ത് തന്റെ സഹധർമ്മിണി കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന വൈദികരെ ഇരുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും എന്റെ കർത്താവേ, എന്ന ബൽക്കാലം തക്ക സമയത്ത് എന്നെ കൂട്ടിവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മുഴുവൻ കാലുകളെ മടക്കിയിരിക്കുന്ന ആമേ ശുശ്രൂഷകരെ എല്ലാം ഒരിക്കൽ കൂടി അടിയങ്ങൾ എല്ലാ ആവശ്യഭാരങ്ങളെയും ഒരിക്കൽ കൂടി അടിയങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭകളിൽ നിന്നും കടന്നു വന്ന ഈ മാസയോഗത്തിൽ കടന്നു വന്ന സഭകളെയൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ സഭയുടെ ശുശ്രൂഷകരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സഭാപ്രവർത്തകരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, വൈദികരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ആ സഭ എല്ലാ ജനങ്ങളെ ഓർത്തുകൊണ്ട് ഇപ്പോൾ തോമസ് ഊട്ടി സാർ, ഈ സഭയുടെ ശുശ്രൂഷൻ തോമസ് ഊട്ടി സാറ് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സർവശക്തനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, മാരാവൺ ഭദ്രാസന്റെ ഈ മാസത്തെ മാസയോഗം അടിയങ്ങളുടെ ദേവാലയത്തേക്ക് നടത്തപ്പെടുവാൻ ദൈവം ഇവിടുന്ന് ഒരുക്കുന്ന വലിയ കൃപയോർ നന്ദിയോടെ സ്തോത്രം എന്ന് കർത്താവേ. ഞങ്ങളുടെ ഭദ്രാസനത്തിന്റെ അനുഗ്രഹത്തിനായി നടത്തുന്ന ഈ മാസയോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന നിന്റെ മക്കളെയൊക്കെയും പേരുവരായി അങ്ങയുടെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ കാലാവസ്ഥയുടെ പ്രതികൂല കാലാവസ്ഥയിലും ഒക്കെയും കടന്നു വന്ന നിന്റെ മക്കളെ പേരുവരായി ഏൽപ്പിച്ച് മക്കളോട് കൂടെ ഇരിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവർ വന്നിരിക്കുന്ന സഭയെ അങ്ങയുടെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. സഭയുടെ വിവിധ ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയിൽ ആശ്രയിച്ചാല് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താവുന്ന ദൈവമാകയാല് ഞങ്ങളുടെ മഹായിടയിലെ സർവ്വ സഭയും അങ്ങയുടെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു എന്ന് കടന്നു വരിക്കുന്ന അവിടുത്തെ സഭാപ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവ വികാരിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സഭയെ പരിപാലിക്കാനും ഒക്കെ നിന്റെ മക്കൾക്ക് ബലവും ശക്തിയും കൊടുത്ത് ആത്മാവിൽ നിലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറോ പ്രാർത്ഥിക്കുന്നതായ പല പുരോഹിതന്മാരും ഉപദേശിമാരും മാസയോഗത്തിന്റെ യാത്രയിലായിരിക്കുള്ള യാത്രയൊക്കെയും കൂടെ ഇരിക്കണമേ. ദേവാലയത്തിൽ എത്തുമ്പോഴും അങ്ങയുടെ കരുതലും കാവലും മക്കളുടെ കൂടെ ഇരിക്കുന്ന സഹായിക്കുകയും അനുഗ്രഹിക്കുന്ന നന്മോട് നിറയ്ക്കുകയും ചെയ്തായിട്ട് സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പഠിക്കുമ്പോൾ കേട്ടങ്ങ് ഉത്തരം പെരുമാറാകണമേ. വീണ്ടും നമുക്ക് വിദ്യാഭ്യാസം ചെയ്യുന്ന അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസം ചെയ്യുന്ന പൈതങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ. നമ്മുടെ മാരാമൺ ഭദ്രാസനത്തിലെ പല സഭകളിലും കർത്താവ് അനേക വിദ്യാർത്ഥികൾ ഉന്നത വിജയം നേടിയിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്തുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ വിലയേറിയ അഭിഷക്തൻ തോമസ് ജോണച്ചൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ അനേകര് രോഗികളായി കഷ്ടപ്പെടുന്നുണ്ട്. അനേകര് പനിയുടെയൊക്കെ അസ്വസ്ഥയാൽ, മഴയുടെ കാലഘട്ടത്തിൽ പനിയുടെ അസ്വസ്ഥതയൊക്കെയും ഭാരപ്പെടുന്നു. അനേക ഭവനങ്ങൾ രോഗികളായി കഷ്ടപ്പെടുന്നു. അവരെയൊക്കെ ദൈവമേ, സ്വർഗത്തിലെ ദൈവം നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഗിലെയാദിലെ സുഗന്ധതൈലം അവരുടെ മേലൊഴിച്ചുകൊണ്ട് അത്ഭുത വിടുതലായി, അത്ഭുത സൗഖ്യമായി നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് വീണ്ടും കർത്താവിന്റെ വിലയേറിയ അഭിഷക്തൻ നമ്മുടെ പയ്യമ്പള്ളി അച്ഛൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നതായ വിഷയങ്ങളെ ദൈവങ്ങളിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേക കർത്താവെ, തലമുറകളായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നല്ല വിദ്യാഭ്യാസം ചെയ്തെടുത്ത് അതിലൂടെ നല്ല ഭാവിയെ കണ്ടെത്തുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ ദാസൻ പേര് പറയപ്പെട്ടതായ എല്ലാ വിഷയങ്ങളുടെ മേലും അവിടുത്തെ കരുതലും കാവലും ഉണ്ടായിരിക്കണമെന്ന് യേശു മൂലം അപേക്ഷിക്കുന്ന കൃപ തോന്നി കേൾക്കണം പിതാവേ. ഇനിയും ഈ സഭയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സഭയിൽ മാസയോഗം നടത്തുവാൻ കർത്താവിന്റെ വിലയേറിയ ദാസനും കർത്താഭിഷക്തനും സഭാ ശുശ്രൂഷനും ചെയ്ത
ആ തീഷ്ണതയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ സഭയുടെ കൈക്കാരന്മാരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സെക്രട്ടറി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കമ്മിറ്റിക്കാരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതര വിഷയങ്ങൾ മാസയോഗത്തിന് സ്പോൺസർ ചെയ്തിരിക്കുന്ന അനിൽ കിച്ചുന്, ജയൻ കൊപ്പാറത്തറ പടിറ്റതിൽ, അമ്മണി പുത്തൻപറമ്പിൽ, മറ്റു കുടുംബങ്ങൾക്കെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ സഭയിൽ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സിവിൽ സർവീസ് എക്സാമിന് തയ്യാറാകുന്ന ഷാലു, നഴ്സിംഗിന് പഠിക്കുന്ന അക്ഷയ്, സ്റ്റെഫിൻ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഫിജി, നീറ്റ് എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് കാത്തിരിക്കുന്നു. അനഖ LLB, മെൽബിൻ LLB, അതുപോലെ തന്നെ ആൽബിൻ +2, അലിന സെക്കൻഡ്, ജോബ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ജോമോൻ വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഷാരോൺ, ജിൻഡുമോൾ, ജെറി, ടിഫാനി, ഈ വിദ്യാർത്ഥികളെയൊക്കെ ഓർത്തുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് തമ്പാ സാറ് പ്രാർത്ഥിക്കും. ദൈവദാസങ്ങളുടെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ചെയ്യുന്നതിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെ നഴ്സിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ്. നഴ്സിംഗ് കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എഞ്ചിനീയറിംഗിന് കഴിയാത്തവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിക്കുന്നവരെ ഓർത്ത് പഠിച്ചതിന് ജോലിക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. നിയമം പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. അവരെയൊക്കെ ഹാലേലിയ ദൈവോട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലിയ ഈ സഭയിൽ ഹാലേലിയ ഒരു ന്യായാധിപനുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആദ്യം പകൽക്കാലം അത് യാഥാർത്ഥ്യമാകുവാനായിട്ട് അതിന് ഹാലേലിയ സഭയിൽ നിന്ന് കടന്നു വന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഹാലേലിയ നിറവേറ്റപ്പെടുവാനിടയാകുകയാണ്. പിന്നെയും ഹാലേലിയ ഈ മാസത്തിന് സ്പോൺസർ ചെയ്ത എല്ലാ വ്യക്തിജീവനക്കായി പ്രാർത്ഥിക്കുക. ഹാലേലിയ അവരെയൊക്കെ ദൈവമേ ഒരു രൂപയെങ്കിലും അതിനുവേണ്ടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് 100 ഇരട്ടി എന്ന നാമത്തിൽ ഗ്ലാസ് വെള്ളം കിട്ടാൻ 100 ഇരട്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് ദൈവം ഇതിന്റെ കുഞ്ഞുങ്ങൾ മുടക്കിയിട്ട് 100 ഇരട്ടി നിങ്ങൾക്ക് വേണ്ടി പ്രേരണമാണ്. ഒരിക്കൽ കൂടി പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പിതാവ് പ്രവേശിക്കാനുള്ള നാമത്തിൽ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വിലയേറിയ അംശത്തിൽ കൂടി കേൾക്കുന്ന ദൈവിക ആലോചനകള് വചനവതിന്റെ ഫ്രീക്വൻസിയിൽ കടന്നു പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു വിടുതലിന്റെ പകൽക്കാലമാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, വീണ്ടും ഈ നല്ല സമയത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കർത്താവെ തീരുമാനിച്ച പ്രകാരം ഇങ്ങനെ ഒരു മാസം അവിടെ ക്രമീകരിപ്പാൻ സ്വർഗം അവിടെ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗം അങ്ങയുടെ സിംഹാസനമാണ്, ഭൂമി അങ്ങയുടെ പാദവിടമാണ്. അങ്ങ് സ്വർഗാദി സ്വർഗങ്ങൾ അടങ്ങാത്ത ദൈവമാണ്. വാസ്തവമായി ഇന്നത്തെ ശുശ്രൂഷ ദൈവത്തിന് സൗരഭ്യമുള്ള വാസനയാക്കി ദൈവമേ നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് കേട്ട സങ്കീർത്തനത്തിൽ കൂടി ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആ സങ്കീർത്തനത്തിന്റെ അവസാനത്തിൽ പറയുന്നത് പോലെ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവമേ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ അഭിഷക്തന്മാരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ ും
ഇതിനായി മാസിക സെക്രട്ടറി ഇവാഞ്ചലിസ്റ്റ് PC പൗലോസ് സാറിനെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 2025 ആണ്ടിൻ്റെ 4ാമത്തെ മാസയോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വ്യക്തികൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ സഭയുടെ ഇടവക വികാരിയായിരിക്കുന്ന തോമസ് ജോൺ അച്ഛനെയും മാരാമൺ ഭദ്രാസനത്തിൻ്റെ വൈദിക സെക്രട്ടറി ആയിരിക്കുന്ന പയ്യമ്പള്ളി അച്ഛനും മുൻ വൈദിക സെക്രട്ടറി ആയിരിക്കുന്ന ജോയ്സി ജോൺ അച്ഛൻ, സഭയുടെ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പ്രാഗൽഭ്യത്തോടുകൂടി ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരായിരിക്കുന്ന ശുശ്രൂഷകർ, ഈ സഭയുടെ ചർച്ച് കമ്മിറ്റി, കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടി ദൈവനാമത്തിലുള്ള നന്ദിയും ആദരവും അർപ്പിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാപ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അൻപുള്ള കർത്താവേ, പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, കർത്താവേ, ഈ മാരാമൺ ഭദ്രാസനത്തിൻ്റെ മാസയോഗത്തിൽ കർത്താവേ, ഇന്ന് സംസാരിപ്പാൻ കർത്താവ് അടിയൻ്റെ ഹൃദയത്തിൽ തോന്നിച്ച ഈ തിരുവചനം നിന്റെ പ്രിയ മക്കളുടെ മുൻപിൽ കർത്താവേ അവിടെ എഴുന്നേറ്റ് നിന്ന് വായിപ്പിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവമേ കർത്താവേ, ഇതിൻ്റെ അർത്ഥമോ വ്യാപ്തിയോ ഇതിൻ്റെ ആഴമോ കർത്താവേ ഞങ്ങൾക്കറിയില്ല. സ്വർഗത്തിലെ ദൈവം ഇതിൻ്റെ പൊരുളുകളെ തിരിച്ച് കർത്താവെ കടന്നു വന്നിരിക്കുന്ന നിന്റെ പ്രിയ മക്കൾക്ക് ഒരു വിടുതലിൻ്റെ വചനമായി, ഒരു സൗഖ്യത്തിൻ്റെ വചനമായി, ഒരാരാധന പൂർണ്ണമായി വെളിപ്പെടുന്ന ദിനമാക്കി ഇന്ന് സ്വർഗം ദൈവമേ വചനത്തെ അവിടുന്ന് നിന്റെ പ്രിയ മക്കളായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ആലയത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇറങ്ങി ദൈവമേ കർത്താവേ, ഇതിൻ്റെ വാതിലുകളെ ദൈവത്തിൻ്റെ ദൂതനെ കൊണ്ട് കാവൽ ചെയ്യിപ്പിച്ച് കടന്നു വന്നിരിക്കുന്ന വ്യക്തികളുടെ ഭവനങ്ങൾ അവർക്കായി കൊടുത്തതെല്ലാം, ശുശ്രൂഷകരുടെ ഭവനങ്ങൾ അവർക്കായി കൊടുത്തതെല്ലാം, ഈ ബലഹീനനായ അടിയൻ്റെ ഭവനവും എനിക്കായി തന്നതെല്ലാം പൊന്നുകർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് അല്പസമയം സമർപ്പിച്ച് ദൈവമേ കർത്താവേ തിരുവചനം ഞാമൻ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ദൈവമേ കർത്താവേ ഹല്ലേലൂയ ഈ കരിപ്പുഴ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അങ്ങയുടെ ഭക്തനായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസിന്റെ നാമധേയത്തിൽ പണി കഴിപ്പിച്ച ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ ആയിരിക്കുന്ന നിന്റെ പ്രിയ മക്കളുടെ മേല് ഇപ്പോൾ മുതൽ അവിടെ ഇറങ്ങി ഹല്ലേലൂയ അവിടെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ കർത്താവ് അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ പൊടിയോളം താഴ്ത്തുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. വായിച്ച ഭാഗം അതിൻ്റെ 1 മുതലാണ് നമ്മൾ വായിച്ചതെങ്കിലും അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗങ്ങളെല്ലാം വിട്ടിട്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇത്രയും ഭാഗം, അതായത് ഭയപ്പെടേണ്ട, അവിടെ മുതലാണ് നമ്മൾ ഈ അമ്മയിൽ നിന്ന് സംസാരിപ്പാൻ ആശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെയും പ്രാർത്ഥന ബലഹീനനായ അടിയന് ഉണ്ടാകണം എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. യഹോവയായിരിക്കുന്ന ദൈവം തമ്പുരാൻ
ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ വ്യക്തികൾക്കല്ലെങ്കിൽ ഹല്ലേലൂയ ഇസ്രായേൽ എന്ന സ്വന്തം ജനത്തിനു വേണ്ടി യഹോവയായിരിക്കുന്ന ദൈവം തമ്പുരാൻ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ഒരു ഈ തിരുവചനമാണിത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇപ്പോൾ ദൈവത്തിനു സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ പുതിയ ഇസ്രായേൽ ആയിരിക്കുന്ന നാം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന നമുക്ക് വേണ്ടി ഈ തിരുവചനത്തെ വായിച്ച് ആരാധിച്ച് ധ്യാനിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ദൈവത്തിനു സ്തോത്രം മഹോന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്നിതിനകത്ത് ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനു സ്തോത്രം ഹല്ലേലൂയ. ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടഭാരങ്ങളും ക്ഷീണങ്ങളും രോഗങ്ങളും രോഗത്തിന്റെ ബന്ധനങ്ങളുമായി ഇന്നാരെങ്കിലും ഈ ആലയത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നു എങ്കിൽ അവർക്കായി ദൈവത്തിന്റെ വചനം പറയുക, നീ ഭയപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനു സ്തോത്രം. ഇന്ന് നീ അല്പസമയം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ സകലത്തെയും മറന്ന് നിന്റെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചാൽ ഈ ആലയത്തിന്റെ പടി ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹം നിന്റെ ഭവനത്തിലുണ്ടാകും, നിന്റെ ശിരസിന്മേലുണ്ടാകും, നിന്റെ വ്യക്തികൾക്കുണ്ടാകും, നിന്റെ ഹല്ലേലൂയ സഭയ്ക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്റെ മുൻപിൽ ആമേൻ ഹല്ലേലൂയ ദൈവവചനം സംസാരിച്ചെങ്കിൽ മാത്രമേ ആമേൻ ഹല്ലേലൂയ മുൻപോട്ട് പോകാനൊക്കത്തുള്ളൂ. രക്ഷിക്കപ്പെട്ടവരാണ് ഇരിക്കുന്നതെന്ന് മുഴുവനും ഞാൻ വിചാരിക്കുക. ദൈവത്തിനു സ്തോത്രം ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്തവരാരും ഇവിടെ വന്നിട്ടില്ലെന്ന് വിചാരിക്കുക. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇടവിടാതെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതെപ്പോഴും ഉപദേശിയെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുത്താതെ ദൈവത്തിനു സ്തോത്രം ആരാധനയിൽ മുഴുകിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ആദ്യം ഒന്ന് വീണതാണെന്ന ദൈവത്തിന് സ്തോത്രം. ആദ്യം നിന്നെ ഞാനൊന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആക്കിയിരുന്നു, എന്നാൽ നീ ഒന്ന് വീണുപോയി, അവിടുന്ന് ഹല്ലേലൂയ ഒന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അത് കർത്താവ് മുഖാന്തരം ഒന്ന് വീണ്ടെടുത്ത് നിർത്തിയിരിക്കുന്ന ജനം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഓരോ വ്യക്തികളെയും പേർ ചൊല്ലി ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുക. നമ്മൾ ഇത് പറഞ്ഞവിടെ നിർത്തി ആമേൻ ഹല്ലേലൂയ മുൻപോട്ട് കടന്നു പോകുക. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിനു സ്തോത്രം അവിടെ കാണുന്നത് ദൈവം ദാനിയേൽ പ്രവാചകനോട് പറയുക, ഏറ്റവും പ്രിയ പുരുഷ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനു സ്തോത്രം. സമാധാനം ഹല്ലേലൂയ ആയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ ബലപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ബലപ്പെട്ടിരിക്കാനാ പ്രവാചകനോട് യഹോവ കൽപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തന്നെയുമല്ല ദൈവത്തിന് ഏറ്റവും ആമേൻ പ്രിയനായ പുരുഷൻ നാം ഓരോരുത്തരും ഇന്ന് പകൽ അല്പസമയം അങ്ങനെ ആയിരിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ അനുഗ്രഹം നിറയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ പാട്ടുകാരൻ പാടി, ഭയപ്പെടാതെ നാം പോയിടാം, ഇസ്രായേലിൻ ദൈവം കൂടെയുണ്ട്, അന്ധകാരമാം ഈ ലോകയാത്രയിൽ അനുദിനമാവൻ നമ്മെ വഴി നടത്തും, അന്ധകാരമാം ഈ ലോകയാത്രയിൽ അനുദിനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 14-ാം അധ്യായത്തിൽ വായിച്ചു ചെല്ലുമ്പോൾ അതിന്റെ 13-ാം അധ്യായത്തിൽ പറയുകയാണ്, ഇസ്രായേൽ മക്കളെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിനു സ്തോത്രം മോശ ആമേൻ ഹല്ലേലൂയ ദൈവത്തിനു സ്തോത്രം കൊണ്ടുവന്ന് ആമേൻ ചെങ്കടലിന്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോ ദൈവത്തിനു സ്തോത്രം മുൻപോട്ടും പോകാൻ പാടില്ല, പുറകോട്ടും പോകാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ. ജനം എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് മോശയോട് പറഞ്ഞു, ഞങ്ങൾ മിസ്രൈമിൽ കിടന്ന് അവിടെ അടിമവേല ചെയ്താൽ മതിയായിരുന്നു, ഇവിടെ വന്ന് ഈ ചെങ്കടലിന്റെ തീരത്ത് മരിക്കേണ്ടി വരികയില്ലായിരുന്നു. ഹല്ലേലൂയ. പുറകിൽ ഫറവോൻ സൈന്യം നിൽക്കുന്നു, മുൻപോട്ട് പോകാൻ മാർഗമില്ല. അതുകൊണ്ട് ദൈവത്തിനു സ്തോത്രം, നീ എന്തിന് ഞങ്ങളെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവത്തിനു സ്തോത്രം യഹോവയുടെ അഭിഷക്തനായിരിക്കുന്ന മോശ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ജനത്തോട് പറയുകയാണ്, ഭയപ്പെട
ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ ഒന്ന് കണ്ടുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മരണം മുൻപിൽ കണ്ട്, ആമേൻ, മരണം പുറകിൽ കണ്ട് രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് ഉറപ്പിച്ച് മരണം എങ്ങോട്ട് പോയാലും മരണം നിശ്ചയിച്ചിരിക്കുന്ന ആ ജനത്തോട് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശ തീർത്ത് കൽപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട, നിങ്ങളൊന്ന് ഉറച്ചു നിൽപ്പ്. പ്രൈസ് ദി ലോർഡ്. ചഞ്ചല ഹൃദയം വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഇരു മനസ്സുള്ളവർക്ക് ഉള്ളവരെ യഹോവയ്ക്ക് വെറുപ്പ. ദൈവത്തിന് സ്തോത്രം. ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനകത്തുറച്ചു നിന്നാൽ ഇന്ന് പകൽ ഒരു വിടുതലിന്റെ ദിനമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വിടുതൽ പ്രാപിപ്പാൻ ഹല്ലേലൂയ ഉറപ്പാണ് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ധൈര്യപ്പെട്ടിരിപ്പീൻ. ഹല്ലേലൂയ. നിലനിൽപ്പീൻ. ഹല്ലേലൂയ. ഏതിൽ നിലനിൽപ്പീൻ? വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. ഇന്ന് PC അല്ല സംസാരിക്കുന്നത്, PC പൗലോസ് അല്ല സംസാരിക്കുന്നത്, മാസിയോസ് സെക്രട്ടറി അല്ല സംസാരിക്കുന്നത്. അരിമവല്ലഭനായ കർത്താവിന്റെ ശബ്ദം ഇന്ന് ഞാൻ കേൾക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് കരങ്ങൾ ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ മോശയോട് മോശ പറഞ്ഞതനുസരിച്ച് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ജനം ധൈര്യപ്പെട്ടിരുന്നു. വീണ്ടും ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം യോഹന്നാൻ എന്ന ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസനെ ഹല്ലേലൂയ കൊല്ലുവാൻ വേണ്ടി ഹല്ലേലൂയ പത്മോസ് എന്ന ദ്വീപിൽ കൊണ്ട് ആമേൻ ഉപേക്ഷിച്ചിട്ട് കപ്പൽ മടങ്ങിപ്പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം യോഹന്നാനും മരണം കാത്തു കിടക്കുക. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും വലിയ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ കഴുകനോ അല്ലെങ്കിൽ വിഷപ്പാമ്പുകളോ ക്രൂര മൃഗങ്ങളോ എങ്ങനെയെങ്കിലും മരിക്കുമെന്നുള്ളത് ഉറപ്പുവരുത്തി യോഹന്നാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 1-17-18 വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ പറയുക, അവന്റെ പുറകിലൊരു ശബ്ദം കേട്ടു. എന്താണ് ആ ശബ്ദം? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ തിരിഞ്ഞു നോക്കി. ആര് തിരിഞ്ഞു നോക്കി? യോഹന്നാൻ തിരിഞ്ഞു നോക്കി. യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് കണ്ടത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ശബ്ദം എന്താണെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു നോക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിക്കേണ്ടവർക്ക് വായിക്കാം, കുറിക്കേണ്ടവർക്ക് കുറിക്കാം. ഹല്ലേലൂയ. 17-18 വാക്യങ്ങൾ. ഞാൻ അവനെ കണ്ടിട്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, നീ ഭയപ്പെട്ടല്ല, ഹല്ലേലൂയ, ധൈര്യത്തോടു കൂടി ഇരുന്നാലും, നീ ഭയത്തോടു കൂടി ഇരുന്നാലും നീ കർത്താവിനെയാണോ ആരാധിക്കുന്നത്? അവന്റെ വലം കൈ ഇന്ന് പകൽ ഹല്ലേലൂയ നിന്റെ മേൽ വെക്കും, നിന്നെ ഉറപ്പിക്കും. നിന്റെ ഇളകിയ ഹല്ലേലൂയ ജീവിത രീതികൾ നിന്നെ തകർക്കുവാൻ ശത്രു ഒരുക്കിയിരിക്കുന്ന ആ കെണികളിൽ നിന്നല്ല അവൻ ധൈര്യം പകരും. അവൻ പറയുക, വലം കൈ വെച്ചിട്ട് പറയുക, ആമേൻ ഹല്ലേലൂയ, ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. താഴേക്കുന്നു. ഹല്ലേലൂയ. നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചാൽ താമസം വരുമെന്ന് വെച്ചാ പറഞ്ഞു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ പറയുക, ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആദ്യനും, എടുത്തോ ആരെങ്കിലും അത്, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു. ആ മരണത്തെ നീ ഭയപ്പെടണ്ടെന്ന്. ഞാൻ മരിച്ചവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ മരണത്തെ ഭയപ്പെടണ്ട. ഞാൻ മരിച്ചവനായിരുന്നു, പിന്നെ എന്നേക്കും പറഞ്ഞേ ഒന്ന്, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അടുത്തത് എന്നതാ? അടുത്ത വാക്യം എന്നതാ? ദൈവത്തിനു സ്തോത്രം. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തരുത്. ഹല്ലേലൂയ പറ. നീ മരിച്ചാൽ, ഹല്ലേലൂയ, നീ മരിക്കണമെങ്കിൽ മരണത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാ. പിന്നെ നീ എങ്ങനെ മരിക്കും? നീ പാതാളത്തിലേക്ക് പോകണമെങ്കിൽ, പാതാളം തുറക്കണമെങ്കിൽ അതിന്റെ താക്കോൽ എന്റെ കയ്യിലാ. അതുകൊണ്ട് നീ എന്നെ വിശ്വസിച്ചാൽ നീ ഭയപ്പെടണ്ട. മരണം ഞാൻ നിന്നിൽ നിന്ന് നീക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നീ ഭയപ്പെടണ്ട. ആമേൻ. ഹല്ലേലൂയ. ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ആത്മീക മരണം ഉണ്ടായിട്ടുള്ള അനേക വ്യക്തികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ ഈ കൂട്ടത്തിലില്ലെങ്കിലും നമ്മളുടെ സഭകളിൽ ചിലപ്പോൾ കാണാം. ദൈവത്തിന് സ്തോത്രം. അവർക്കും ഈ വചനം മുഖാന്തരം ഒരു വിടുതൽ ഇന്ന് കർത്താവ് അയക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവരും ഹല്ലേലൂയ ആത്മീകമായി ജീവിച്ചെഴുന്നേൽക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു വാക്യത്തില് ആമേൻ ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വിളിക്കപ്പെട്ടവര് ആമേൻ ഹല്ലേലൂയ പേർ ചൊല്ലി വിളിച്ചവരാ. ഇപ്പോൾ നമ്മൾ വായിച്ചു വരുന്നത് പേർ ചൊല്ലി വിളിക്കപ്പെട്ടവരാ. പക്ഷേ ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്നത് ആമേൻ ഹല്ലേലൂയ കർത്താവ് പറയുക, ദൈവത്തിന് സ്തോത്രം, എല്ലാവരും സകലരെയും അനേകരെയും വിളിച്ചതാ. പക്ഷേ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ വിളി മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവരോ എടുത്തോ അത് വിളിക്കപ്പെട്ടവരോ അനേകർ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേരെ വിളിച്ചതാ. ദൈവത്തിന് സ്തോത്രം. ഈ ഇരിക്കുന്ന അച്ഛന്മാരും ഉപദേശിമാരും മാസയോഗ സെക്രട്ടറി ആയ ഞാൻ ഉൾപ്പെടെ എത്ര പേരെ കരിപ്പുഴ സഭയിലേക്ക് വിളിച്ചതാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടതോ ഹല്ലേലൂയ ചുരുക്കം പേര്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടണ്ട. 2-3 പേര് എന്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യത്തിൽ ഹല്ലേലൂയ ഞാനുണ്ട്. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നവർക്ക് ചേർന്ന് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിളിക്കപ്പെട്ടവര് അനേകരാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവര് ചുരുക്കമാ. ദൈവത്തിന് സ്തോത്രം. നിന്നെയും എന്നെയും ഒക്കെ വിളിച്ചവൻ നമ്മൾ ആദ്യം കണ്ടവൻ എന്താ? ദൈവത്തിന് സ്തോത്രം. അതിന്റെ പുറകോട്ടൊരു അല്പം ഇറങ്ങി വായിച്ച സമയം ഇത് പോരാതെ വരും. ഏതാ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ആരെയാണെന്ന് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. ദൈവത്തിന് സ്തോത്രം. വെള്ളോട്ടിന് സദർശനായവൻ. അൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും എന്ന് പറഞ്ഞവൻ. ദൈവത്തിന് സ്തോത്രം. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ അനവധി വിശേഷ ഗുണങ്ങളുള്ള ആ പൊന്നു കർത്താവിനെയാ ഹല്ലേലൂയ പൊന്നു കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി നിന്നെ ഉപേക്ഷിക്കത്തില്ല, നിന്നെ തള്ളിക്കളയത്തില്ല. ആമേൻ. പാട്ടുകാരൻ എന്താ പാടി? നിന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നിന്നെ വിളിച്ചവനിൽ നീ ഉറച്ചു നിൽക്ക. ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 2-ാം വാക്യം തുടങ്ങുന്നിടത്ത് വായിച്ചേ. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 2-ാം വാക്യം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ എല്ലായിടത്തും വെള്ളം പൊങ്ങി, ഇവിടെയും വെള്ളം പൊങ്ങി. ആമേൻ. കഴിഞ്ഞ പ്രാവശ്യം ആമേൻ ഇവിടുത്തെ സെക്രട്ടറിയും ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അച്ഛനും ഉപദേശിയൊക്കെ വിളിച്ചു പറഞ്ഞു അവിടെ ആമേൻ മാസയോഗം നടക്കാൻ സാധ്യതയില്ല. ആമേൻ ഹല്ലേലൂയ വെള്ളം പൊങ്ങി നിൽക്കുക. പിന്നെ എന്നാലും ഹല്ലേലൂയ നടത്താമോ എന്ന് പരിശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയായിരിക്കുന്ന ദൈവം തമ്പുരാൻ വെള്ളത്തെ അങ്ങ് വറ്റിച്ച് പ്രൈസ് ദി ലോർഡ് ചുരുക്കം പേരായിരിക്കുന്ന നമുക്ക് മാത്രം ഇരിക്കാനുള്ള ഇട വെള്ളം അങ്ങ് വറ്റിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നീ വെള്ളത്തിൽ കൂടി ഹല്ലേലൂയ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ പെരുവെള്ളം ഇരച്ചു വന്നാലും ആമേൻ ദൈവം നിന്നോട് കൂടെ ഇരിക്കും. നീ ഭയപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. ജീവിത ഭാരങ്ങളിൽ പലപ്പോഴും മൂക്കിന് ഇവിടം വരെ വെള്ളം കയറിയിട്ടുണ്ടല്ലേ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏതെങ്കിലും സമയങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഇപ്പോൾ വെള്ളം കയറി, അല്ലെങ്കിൽ ഭാരം കൊണ്ട്, അല്ലെങ്കിൽ ജീവിത ബുദ്ധിമുട്ട് കൊണ്ട്, അല്ലെങ്കിൽ കടങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഹല്ലേലൂയ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രയാസപ്പെട്ട് മരിച്ചു പോകുമെന്ന് വിചാരിച്ചവരിവിടെ ഉണ്ട്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. നീ ഭയപ്പെടണ്ട. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയ യോശുവ സഹോദരൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ ആമേൻ ഹല്ലേലൂയ ആദിമ പ്രവാചകനായിരിക്കുന്ന മോശ ഇസ്രായേൽ മക്കളെ അവിടുന്ന് ഒരു 6 ലക്ഷത്തിൽ ചില്ലുവാനും വരുന്ന പുരുഷൻ
പുരുഷന്മാരെയും അവരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം ആമേൻ ഹല്ലേലൂയ കൂട്ടിക്കൊണ്ടിങ്ങ വന്ന് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ കനാൻ ദേശത്തേക്ക് എത്താൻ പറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. സ്ഥലം എന്ന് പറയുന്നതിൽ ഇടക്ക് വെച്ച് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ അപ്പച്ചൻ ആമേൻ ഹല്ലേലൂയ അങ്ങ് മരണമടഞ്ഞു. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ആര്? മോശയപ്പച്ചൻ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം യഹോവയായിരിക്കുന്ന ദൈവം തമ്പുരാൻ ആമേൻ ഹല്ലേലൂയ ഈ യോശുവയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ജനത്തെ നീ അങ്ങ് ഏക്കണം. പ്രൈസലോ. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. യോശുവ ഒരു മടിയും പറഞ്ഞില്ല, ഓക്കെ പറഞ്ഞു. പ്രൈസലോ. ദൈവത്തിന് സ്തോത്രം. കാരണം 3/4 ആമേൻ മോശ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഇനി ഒരു ശകലം നാളും കൂടെ കൂടി അങ്ങോട്ട് നടത്തിയാൽ മതി. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ യോശുവ ദൈവത്തിന് സ്തോത്രം തന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ മോശയുടെ കാലശേഷം ആമേൻ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഈ യോർദാൻ അരികെ വന്ന് 3 രാത്രി അവിടെ പാർത്തു. പ്രൈസലോ. ദൈവത്തിന് സ്തോത്രം അവിടെ പാർത്തു കഴിഞ്ഞിട്ട് അക്കരെ കടക്കാൻ മാർഗ്ഗമില്ല. ദൈവത്തിന് സ്തോത്രം. ഉടനെ ആമേൻ ഈ 3-ാം രാത്രിയിൽ യഹോവയായിരിക്കുന്ന ദൈവം തമ്പുരാൻ യോശുവയോട് പറഞ്ഞു, യോശുവയെ നീ ഭയപ്പെടണ്ട. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഈ ജനത്തെ അക്കരെ കടത്താൻ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ നിയമപ്പെട്ടകം ഹല്ലേലൂയ ഇതിന് മുൻപായി ഒന്ന് പോയാൽ മതി. പ്രൈസലോ. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയമപ്പെട്ടകം എടുത്തുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഈ യോർദാനിന്റെ വെള്ളത്തിൽ ഹല്ലേലൂയ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് ഉള്ളങ്കാൽ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ദൈവത്തിന് സ്തോത്രം യോർദാൻ 2ആയി പിരിയും. പ്രൈസലോ. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. അവിടെ താഴേക്ക് വായിച്ചു വരുമ്പോ അവിടെ കാണുന്നത് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. 10-ാമത്തെ വാക്യം 3-ാം അധ്യായം 10-ാം വാക്യം. ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അത് വിശ്വസിക്കുന്നുണ്ടോ ഇവിടെ ഇരിക്കുന്നവർ? ഒരു ഹല്ലേലൂയ പറ. പ്രൈസലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ വന്നില്ല, ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ മാത്രമേ ഹല്ലേലൂയ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. പ്രൈസലോ. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ആരെയും പേടിക്കണ്ടെന്നേ. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ആരാധനയ്ക്ക് ഇറങ്ങിയാൽ ആമേൻ ഹല്ലേലൂയ കർത്താവ് പോയ വഴികളിലെല്ലാം ദൈവത്തിന് സ്തോത്രം ആരും മിണ്ടാണ്ട് മൗനമായി പോയില്ല. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. എല്ലാ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചീത്തയൊന്നും ഇല്ലായിരുന്നു. എല്ലാം സ്തുതിയായിരുന്നു. സ്തുതി സ്തുതി. അതുകൊണ്ട് കർത്താവ് ഇന്നിവിടെ ഉണ്ടെങ്കിൽ ഇവിടെ അതിന്റെ ഒരു മാറ്റം ഉണ്ടാകും, ഒരാരവാരം ഉണ്ടാകും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ യോശുവ പറയുക ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. ആമേൻ ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ കൂടെ ഹല്ലേലൂയ താമസിക്കാൻ ഹല്ലേലൂയ ഇരിക്കുന്ന കനാൻ ദേശത്തെ 7 ഹല്ലേലൂയ ജാതികളെ അല്ലേ 7 ജാതികളെ അങ്ങ് നീക്കിക്കളയും. പ്രൈസലോ. എന്ന് പറഞ്ഞാൽ നീ ജീവിക്കാൻ പോകുന്ന സ്ഥലത്ത് നിനക്ക് സ്വസ്ഥമായി ജീവിക്കാമെന്ന് ദൈവത്തിന് സ്തോത്രം. ആരും നിന്നെ തടയത്തില്ലെന്ന്, ആരും നിന്നെ ലക്ഷ്യപ്പെടുത്തയില്ലെന്ന് ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ഈ മാസയോഗത്തില് ദൈവത്തിന്റെ ആത്മാവിനാൽ ഹല്ലേലൂയ വിളിച്ചു പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. നിന്നിൽ ബാധിക്കുന്ന ബാധകളെ ഇന്നവൻ മാറ്റും. ഹല്ലേലൂയ. നിന്നിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഇന്നവൻ മാറ്റും. പ്രൈസലോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെയുള്ളപ്പോ ദൈവത്തിന് സ്തോത്രം എപ്പോഴും വിടുതൽ നടക്കണം. പ്രൈസലോ. വേണ്ടേ? എപ്പോഴും വിടുതൽ വേണ്ടേ അമ്മച്ചി? ദൈവത്തിന് സ്തോത്രം. ദൈവം കൂടെയുണ്ടെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. വിടുതൽ കാണണം. പ്രൈസലോ. അത് അനുഭവിച്ചറിയണം. പ്രൈസലോ. ആത്മാവിൽ നിറയണം. പ്രൈസലോ. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം വരെ പഠിച്ചു വരുമ്പോ ദൈവത്തിന് സ്തോത്രം അവിടെ പറയുക. ദൈവത്തിന് സ്തോത്രം. ഒരു ബെഥെസ്ദ എന്നൊരു കുളമുണ്ട്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ആ കുളത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ അതാത് സമയങ്ങളിൽ ഒരു ദൂതനിറങ്ങി കുളം കലക്കും. ദൈവത്തിന് സ്തോത്രം. ദൂതനിറങ്ങി കുളം കലക്കിയാൽ ആദ്യം ഇറങ്ങുന്ന രോഗി ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. പ്രൈസലോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ആദ്യം ഇറങ്ങുന്നവൻ ഹല്ലേലൂയ സൗഖ്യം പ്രാപിച്ചങ്ങ് പോകും. അവസാനം വരെ ആമേൻ ഹല്ലേലൂയ ഇറങ്ങുന്നവന് സൗഖ്യമുണ്ടോ? ഇല്ല. ഒരാൾക്ക് സൗഖ്യം കിട്ടാൻ എത്ര പേരാ ചാടിയത്? 100, 500, 600 പേര് ചാടി. പക്ഷെ സൗഖ്യമാർക്ക? ഒറ്റയാൾക്ക്. എന്നാൽ ഇവിടെ അതല്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവത്തിന് സ്തോത്രം എത്ര പേരുണ്ടെങ്കിലും അത്രയും പേർക്ക് ആദ്യം വന്നവനും ഇടയ്ക്ക് വന്നവനും അവസാനം വന്നവനും സൗഖ്യം. ബെഥെസ്ദ കുളമല്ല, കുളത്തെ നിർമ്മിച്ചവൻ, കുളത്തിന് ശക്തി പകർന്നവൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറ.
ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഹല്ലേലൂയ, ഇങ്ങനെ ഒരു ആർപ്പ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏത് ഹല്ലേലൂയ വ്യാധിയും മാറും. പ്രൈസ് ദി ലോർഡ്. ഏത് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം രോഗവും മാറും. അതിന്റെ ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് യോശുവ പറഞ്ഞെങ്കിൽ അതിന്ന് എനിക്കിവിടെ കാണണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നീ ധൈര്യമായി ആരാധിക്കുക, നീ ധൈര്യമായി ദൈവത്തെ സ്തുതിക്കുക. നീ വീട്ടിൽ ചെല്ലുമ്പോ നിനക്കത് അനുഗ്രഹം നിനക്ക് അവിടെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ വീട്ടിലെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം എന്റെ ഓർമ്മയിൽ വന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യായിറോസ് എന്ന് പറയുന്ന ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഒരു ശതാധിപന്റെ കൊച്ചുമകൾ ആമേൻ ഹല്ലേലൂയ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കലേക്ക് ആമേൻ ഹല്ലേലൂയ ചെല്ലുക. ആര്? ആമേൻ ഹല്ലേലൂയ ശതാധിപൻ. ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെന്നേച്ച് ഹല്ലേലൂയ പറഞ്ഞു, എന്റെ കൊച്ചുമകൾ മരിച്ചുപോയി, അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ആമേൻ ഹല്ലേലൂയ അവളെ ഒന്ന് നീ വന്നൊന്ന് തൊട്ട് ആമേൻ ഹല്ലേലൂയ ഒന്ന് സൗഖ്യപ്പെടുത്തണം, ഒന്ന് എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വരാന്നും പറഞ്ഞില്ല, വരികയെന്നും പറഞ്ഞില്ല, അപ്പൊ തന്നെ എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം ശതാധിപന്റെ കൂടെ അങ്ങ് പോയി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പോകുന്നിടത്തെല്ലാം ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഒരു ആരവാരം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിനെ കണ്ടിട്ട് അവനെ കാണാൻ, അവനെ തൊടാൻ, സൗഖ്യം പ്രാപിക്കാൻ അനേകർ ഹല്ലേലൂയ അവന്റെ മുൻപും പിൻപും ഇടത്തും വലത്തുമായി തിരക്കി പോകുക. ദൈവത്തിന് സ്തോത്രം. ഉടനെ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ രക്തസ്രാവക്കാരത്തി സ്ത്രീ ആമേൻ ഹല്ലേലൂയ ചോദിച്ചു, ആമേൻ ഹല്ലേലൂയ ഇതെന്താ ഇത്ര തിരക്കും? അന്നേരം പറഞ്ഞു, ഇത് കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ പറഞ്ഞു, ഞാൻ അവനെ കാണാൻ വന്നതാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവർ പറഞ്ഞു, ദേ ശതാധിപന്റെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. എന്താ അത്ഭുതം? ആമേൻ ഹല്ലേലൂയ അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ മരിച്ചുപോയി, അവളെ ഉയർപ്പിക്കാൻ പോവുക. അത് കാണാൻ മന്നണ്ടേ വാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഉടനെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ സഹോദരി എന്നാ പറഞ്ഞെന്നറിയാമോ? ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ കർത്താവിനെ കാണാൻ വന്നതാ. ശതാധിപന്റെ വീട്ടിൽ പോയി നിങ്ങൾ അത്ഭുതം കണ്ടാ മതി, എനിക്കിപ്പോ ഇവിടെ കാണണം അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നടുറോട്ടിൽ എനിക്ക് അവന്റെ അത്ഭുതം കാണണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശതാധിപന്റെ വീട്ടിലല്ല, ഈ ദേവാലയത്തിനകത്ത് ഇപ്പോ എന്റെ ഉള്ളിൽ, എന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഇപ്പോ ഒരു വിടുതൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അവൾ പതുക്കെ ചെന്ന് ആമേൻ ഹല്ലേലൂയ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ ആമേൻ ഹല്ലേലൂയ ആ ചൂണ്ടാന്തി വിരൽ കൊണ്ട് ഒന്ന് തൊട്ടു. തീ കൊണ്ട് പൊള്ളിയതുപോലെ അവൾ ക്ഷണത്തിൽ കൈവലിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ചോദിച്ചു, ആമേൻ ഹല്ലേലൂയ, അയ്യോ ഇതാരാ? ഇത്ര എന്നെ ആരോ തൊട്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ അന്നും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാര് പറഞ്ഞു, ആമേൻ ഗുരുവേ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ പറയുന്നത് എന്താ? ഇത്രയും ആളുകൾ ഇങ്ങനെ ഇടിച്ചു ഉന്തി ഉരുട്ടിയൊക്കെ ആമേൻ ഹല്ലേലൂയ തിക്കും തിരക്കോടെ പോകുമ്പോ എന്നെ ആരോ തൊട്ടെന്ന് പറയുന്നത് എന്താ? ആമേൻ ഹല്ലേലൂയ. ഉടനെ കർത്താവ് പറഞ്ഞേടാ മണ്ട, അങ്ങനെ തൊട്ട കാര്യമല്ല, പിന്നെയോ ഹൃദയം കൊണ്ട് എന്നെ ആരോ തൊട്ടു. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമെങ്കിൽ പറ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് തൊടുന്നവർക്ക് കർത്താവ് സമീപസ്ഥൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ സൗഖ്യം ഇന്ന് ഇതിന്റെ അകത്ത് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ. ഞാൻ ആമേൻ ഹല്ലേലൂയ വേഗത്തിൽ വിഷയത്തിലേക്ക് വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വിളിച്ച് ചേർക്കപ്പെട്ട ഹല്ലേലൂയ ജനമാണ് പ്രൈസ് ദി ലോർഡ് ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വായിച്ച ഭാഗത്തേക്ക് മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 43 അധ്യായം ആമേൻ 1-2 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു നിർത്തിയത് യോശുവ പറയുന്നു. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം പറഞ്ഞ വാക്കുകളാണ്. എന്താണ് പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അവിടെ പറഞ്ഞാണ് നടത്തിയത്. ഇനി അവിടുന്ന് നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോ ഹല്ലേലൂയ യോശുവ പിന്നെ പറയുക 13 അധ്യായം 13
13-14 വാക്യങ്ങൾ പറയുക. ആമേൻ ഹല്ലേലൂയ. സർവ്വഭൂമിക്കും നാഥനായ ഈ യഹോവയുടെ നിയമപ്പെട്ടകം ആമേൻ ഹല്ലേലൂയ ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഹല്ലേലൂയ യോർദാൻ രണ്ടായി പിരിയും. ദൈവത്തിന് സ്തോത്രം. മേലിൽ നിന്നുള്ള ഒഴുക്കങ്ങട് നീക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ജീവിത ഭാരങ്ങളിൽ ഒഴുക്ക് അതിശക്തമായി വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് കടന്നുകൂടാതെ വരുമ്പോ ദൈവത്തിന്റെ നിയമപ്പെട്ടകം നിന്റെ കയ്യിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ നിയമപ്പെട്ടകം നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് ദൈവം ഉണ്ട്. അല്ലേ? ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിനകത്ത് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കയ്യൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. അതാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ജീവനുള്ള ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. അവൻ ഹല്ലേലൂയ നിയമപ്പെട്ടകവുമായി ഹല്ലേലൂയ പുരോഹിതന്മാർ ഇറങ്ങിയപ്പോൾ യോർദാൻ രണ്ടായി പിരിഞ്ഞ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഉണങ്ങിയ നിലത്തുകൂടി തന്റെ ജനമക്കര കടന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിനകത്ത് 14-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? പത്രോസിനോടും ശേഷം ശിഷ്യന്മാരോടും കർത്താവ് പറയാ, നിങ്ങൾ അക്കരയ്ക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നിർബന്ധിച്ചങ്ങ് പറഞ്ഞു വിട്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവും ഹല്ലേലൂയ ഹല്ലേലൂയ മലവയിലേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർ ഹല്ലേലൂയ പടക് നീക്കി. ആമേൻ ഹല്ലേലൂയ കുറെ ഏറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ സമയം വൈകി. ഉടനെ ഹല്ലേലൂയ കടലിൽ ഒരു ചെറിയ കോള് പെരുകി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അവിടുന്ന് പതുക്കെ മലമേൽ നിന്ന് ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. വെള്ളത്തിന്മീതെ നടന്ന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ പടകിനടുത്തേക്ക് ചെന്നപ്പോ ദൈവത്തിന് സ്തോത്രം ശിഷ്യന്മാര് പറഞ്ഞു, അതാ ഭൂതം വരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഭയപ്പെടണ്ട, ഭൂതമല്ല, ഇത് ഞാനാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഉടനെ പത്രോസ് അങ്ങനെ നോക്കിയിരുന്നപ്പോ കർത്താവ് വെള്ളത്തിന്റെ മേൽ നടന്നു വരിക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, ഗുരുവേ, എന്നെയും കൂടെ നിന്റെ അടുത്തേക്ക് ഒന്ന് വരാൻ അനുവദിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഒരു മടിയും പറഞ്ഞില്ല. ആമേൻ. പത്രോസേ, നീ പോരുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് 3-4 ചുവടങ്ങ് നടന്നു കഴിഞ്ഞപ്പോ ദൈവത്തിന് സ്തോത്രം ഓട്ടോമാറ്റിക് ആയിട്ട് പത്രോസ് വെള്ളത്തിൽ താണുപോയി. ആമേൻ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത്, ആമേൻ ഹല്ലേലൂയ, ഞാൻ ചെയ്യുന്നതെല്ലാം എന്റെ ശിഷ്യന്മാർ ചെയ്യും. സ്തോത്രം. ഞാൻ മരിച്ചവരെ ഉയർപ്പിച്ചാൽ നിങ്ങളും മരിച്ചവരെ ഉയർപ്പിക്കും. ഞാൻ ഭൂതത്തെ പുറത്താക്കിയാൽ നിങ്ങളും ഭൂതത്തെ പുറത്താക്കും. ആമേൻ ഹല്ലേലൂയ. ഏത് അത്ഭുത പ്രവൃത്തി, ഏത് വീര്യപ്രവൃത്തി ഞാൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ പത്രോസേ, നീ അല്പവിശ്വാസിയാ, അതുകൊണ്ട് വെള്ളത്തിൽ താണുപോയത്. ആരും അല്പവിശ്വാസം പറ്റത്തില്ല, നീ ധൈര്യപ്പെടുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. ആമേൻ. വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ അല്പവിശ്വാസിയെ നീ എന്തിനു ഭയപ്പെട്ടു എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 2-ാമത്തെ വാക്യം. നീ നദിയിൽ കൂടി കടന്നാൽ അവ നിന്റെ മീതെ കവിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 16-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എടുത്തു വെച്ചു. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് മോശ ദൈവത്തിന്റെ അരുളപ്പാട് മുഖാന്തരം കൊണ്ടുവരിക. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലത്ത് വന്ന്, എവിടാ പറഞ്ഞേ? ചെങ്കടലിന് അവിടെ. കേട്ടിട്ട് കാര്യമില്ല, ഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ചെങ്കടലിന്റെ അരികെ വന്ന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ആമേൻ ഹല്ലേലൂയ. ആമേൻ. മോശ പറയുക, മോശയോട് ജനം പറഞ്ഞ വാക്കിന് മോശ പറയുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കണ്ടോ? അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ദൈവത്തിന് സ്തോത്രം. മോശ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചപ്പോ പറഞ്ഞു, നീ എന്നോട് നിലവിളിക്കുന്നത് എന്തിനാ? മുൻപോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറക. അടുത്തത്,
വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടുക. പ്രൈസലോ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മോശയുടെ കയ്യിൽ ദൈവം ഒരു വടി കൊടുത്തിട്ടുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതത്തിന്റെ വടി, വിടുതലിന്റെ വടി, തുറക്കുന്ന വടി, അടയ്ക്കുന്ന വടി, ഹല്ലേലൂയ, പാമ്പാകുന്ന വടി, ദൈവത്തിന് സ്തോത്രം. സർപ്പങ്ങളെ വിഴുങ്ങുന്ന വടി, ദൈവത്തിന് സ്തോത്രം. ചെങ്കടലിനെ ഭേദിച്ച വടി, പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത വടി, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ വടിക്ക് ഒത്തിരി പേരുകളുണ്ട്. പ്രൈസലോ, ദൈവത്തിന് സ്തോത്രം. നിന്റെ കയ്യിലും എന്റെ കയ്യിലുമുണ്ട് ദൈവത്തിന് സ്തോത്രം ഒരു വടി. പ്രൈസലോ, ദൈവത്തിന് സ്തോത്രം. നിന്റെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, ചെങ്കടൽ നിന്റെ ജീവിതത്തിന്റെ വട്ടം വരുമ്പോ, ഈ വടി കയ്യിലെടുത്ത് ആമേൻ ഹല്ലേലൂയ, നിന്റെ കൈ ആ കടലിന്മേലൊന്ന് നീട്ടിയാൽ, ആ ഭാരത്തിന്മേലൊന്ന് നീട്ടിയാൽ, അപ്പ വരും നിനക്ക് വിടുതല്. ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഇത് അനുഭവിച്ചവര് ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ. മോശ ചെങ്കടലിന്റെ നേരെ കൈ നീട്ടി. ആമേൻ. ചെങ്കടൽ രണ്ടായി. ആമേൻ ഹല്ലേലൂയ, പിരിഞ്ഞ്. ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 14:19 വായിച്ചോ. അനന്തരം ഇസ്രായേൽ മക്കളുടെ മുൻപിൽ നടന്ന മേഘസ്തംഭവും ദൂതനും ദൈവത്തിനു സ്തോത്രം ഇസ്രായേൽ മക്കളുടെ പുറകിലേക്ക് വന്നു. സംരക്ഷണം. ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ. പുറകിലേക്ക് വന്നിട്ട് മേഘസ്തംഭം നേരെ തിരിഞ്ഞങ്ങ് നിന്ന്. ആമേൻ. മിസ്രയീമ്യർക്ക് ഇരുട്ടും, ദൈവത്തിനു സ്തോത്രം ഇസ്രായേലിയർക്ക് വെളിച്ചവും, ദൈവത്തിനു സ്തോത്രം യഹോവയായിരിക്കുന്ന ദൈവം തമ്പുരാൻ അങ്ങ് കൊടുത്തു. ഇസ്രായേലിന്റെ സൈന്യവും മിസ്രയീമിന്റെ സൈന്യവും തമ്മിൽ കാണാതിരിക്കാൻ, അടുക്കാതിരിക്കാൻ ദൈവം തമ്പുരാൻ അതിന്റെ നടുക്കിറങ്ങി. പ്രൈസലോ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ ശത്രുവാകുന്നവൻ നിന്നെ കാണാതിരിപ്പാൻ അവന്റെ കൈകളിൽ നീ ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരൻ അതുകൊണ്ട് ഹല്ലേലൂയ, നാം എവിടെ ഇരിക്കുന്നത്? ആമേൻ. ദൈവത്തിന്റെ ഉള്ളം കൈക്കകത്ത്. ദൈവത്തിന് സ്തോത്രം. ശത്രു നിന്നെ കാണാതിരിപ്പാൻ അവൻ നിന്റെയും ശത്രുവിന്റെയും മധ്യത്തിൽ ഇറങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിന്നെ വിടുവിക്കും. പ്രൈസലോ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി 21 വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഉണങ്ങിയ നിലമാക്കി, ചെങ്കടലിനെ വിഭാഗിച്ച് ഉണങ്ങിയ നിലമാക്കി അതിനകത്തുകൂടി ആമേൻ തന്റെ സ്വന്തം ജനത്തെ അക്കരെ കടത്തി. നീ വെള്ളത്തിൽ കൂടി നടന്നാൽ ആമേൻ ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. പ്രൈസലോ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ അല്പസമയം കൊണ്ട് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ അടുത്ത വാക്യം വായിച്ചേ, 43 അടുത്ത ഭാഗം. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസലോ. സ്തോത്രം എല്ലാം പോയോ? പ്രൈസലോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. പ്രൈസലോ. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ പഠിച്ചു വരുമ്പോ ഈ വാക്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായം 1 മുതൽ പഠിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഒരു പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി ആമേൻ ദൂരെ സമഭൂമിയിൽ അങ്ങ് നിർത്തി. ദൈവത്തിന് സ്തോത്രം. ബാബേൽ സംസ്ഥാനത്തിലുള്ളവരും ഹല്ലേലൂയ സംസ്ഥാനം ഉള്ള മുഴുവൻ പേരും ആമേൻ ഹല്ലേലൂയ ഈ ബിംബത്തെ നമസ്കരിക്കണമെന്ന് ഒരു ഓർഡറും പുറപ്പെടുവിച്ചു. എന്നാൽ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ബാബേലിൽ നിന്ന് കൊണ്ടുവന്ന 3 യൗവനക്കാര്, ചെറുപ്പക്കാര് ആ ഹല്ലേലൂയ ആമേൻ ബിംബത്തെ നമസ്കരിപ്പാൻ തയ്യാറായില്ല. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. നെബൂഖദ്നേസറിനോട് ചെന്ന് ആമേൻ ഹല്ലേലൂയ പറഞ്ഞു, നിന്നെടുത്തുനിന്ന് വന്നിട്ടുള്ള ആമേൻ ഹല്ലേലൂയ 3 യൗവനക്കാര് ആമേൻ ഹല്ലേലൂയ നീ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അവരെ വേഗം വരുത്തുവിൻ. പ്രൈസലോ. അവരെ 3 പേരെയും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ ചോദിച്ചു, നിങ്ങൾ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുന്നില്ലേ? ഇല്ല. പ്രൈസലോ. ഹല്ലേലൂയ. അതിന്റെ കാരണം എന്താ? ഞങ്ങൾ ദൈവത്തെ അല്ലാതെ മറ്റാരെ ആരാധിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഉറപ്പും ധൈര്യവും ഉണ്ടായിരുന്നാൽ ദൈവത്തിന് സ്തോത്രം ഇപ്പൊ കാണാം ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ ഹല്ലേലൂയ
തീച്ചൂള ഹല്ലേലൂയ നിങ്ങൾക്കായി ഒരുങ്ങുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നാദസ്വരം ഹല്ലേലൂയ വിവിധമായിരിക്കുന്ന വാദ്യനാദങ്ങൾ മുഴങ്ങുമ്പോൾ ഇപ്പൊ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം, അല്ലെങ്കിൽ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയാൻ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഒരുങ്ങിയിരിക്കുക. അവര് പറഞ്ഞു, ആമേൻ നാദമൊന്നും മുഴക്കണ്ട, ഒരു കാര്യം തീർത്തു പറയാം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും നീ നിർത്തിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല. ചഞ്ചല ഹൃദയ അല്ല, ഉറപ്പേറിയ തീരുമാനത്തിന്റെ പുറത്താ 3 പേരവിടെ നിൽക്കുന്നത്. ഉടനെ രാജാവ് കൽപ്പിച്ചു, ആ വേഗത്തിൽ വാ. ദൈവത്തിന് സ്തോത്രം. ഇവരെ ആമേൻ കയ്യും കാലും കെട്ടി. ദൈവത്തിന് സ്തോത്രം. തീച്ചൂള ഹല്ലേലൂയ രാജകൽപ്പന ഹല്ലേലൂയ എങ്ങനെയായിരുന്നു എന്നറിയാലോ? 7 മടങ്ങ് ദൈവത്തിന് സ്തോത്രം ചൂടങ്ങ് വർദ്ധിപ്പിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം അതിനകത്തേക്ക് ഇവരെ കെട്ടി. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ കയ്യും കാലും അവരുടെ വസ്ത്രങ്ങളോട് കൂടെ കാൽച്ചട്ടോട് കൂടെ ബന്ധിച്ച് എരിയുന്ന തീയുടെ അകത്തേക്ക് തള്ളി. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞ് ആമേൻ ഹല്ലേലൂയ രാജാവ് സ്വസ്ഥമായി അല്പസമയം ഹല്ലേലൂയ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരുന്ന് നോക്കിയപ്പോ ആമേൻ നേരെ കാണുന്ന തീച്ചൂളയുടെ അകത്ത് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ഇതാരണ്ടെല്ലാം നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നെബൂഖദ്നേസർ ഞെട്ടിപ്പോയി. അവിടെ എഴുതിയിരിക്കുന്നത് അതിന്റെ നെബൂഖദ്നേസർ ഭ്രമിച്ചു എന്ന. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അവനൊരു ഭ്രമം പിടിവിട്ടു എന്ന. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഉടനെ മന്ത്രിമാരെ വിളിച്ചു. ഹല്ലേലൂയ. മന്ത്രി ആമേൻ ഹല്ലേലൂയ നമ്മൾ 3 പേരെ അല്ലയോ ഇട്ടത്? ഉടനെ പറഞ്ഞു, അതെ നമ്മൾ 3 പേരെയാ ഇട്ടത്. പക്ഷേ ദൈവത്തിന് സ്തോത്രം ഇപ്പോൾ 4 പേര് തീയുടെ അകത്ത് അവരെ കെട്ടഴിഞ്ഞ് ഹല്ലേലൂയ തീയുടെ അകം വഴി നടക്കുന്നതായി ഞാൻ കാണുന്നു. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അവരെ ഇറങ്ങി വന്ന ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ വെറുതെ ഇറങ്ങി വന്നതല്ല. നെബൂഖദ്നേസർ പറഞ്ഞു, ഞങ്ങൾ തീയൊക്കെ ഇട്ടെങ്കിലും ദൈവത്തിന് സ്തോത്രം നിങ്ങളെ തീക്കകത്തിട്ടെങ്കിലും ഞങ്ങൾക്ക് അതിനകത്തേക്ക് കയറി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ ഒന്നിറങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇറങ്ങി വന്നപ്പോ തീയുടെ മണം പോലും അവർ കടിച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല. ആമേൻ. തീ ജ്വാല നിന്നെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം തൊടത്തില്ല. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയില്ലേ, അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല. പാടാൻ സമയമില്ല. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. നദി നിന്റെ മേൽ കവിയുകയില്ല. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി. എല്ലാവരുടെയും കൈ പൊങ്ങിയില്ല. ഹല്ലേലൂയ. പൊങ്ങിയില്ല. എല്ലാവരുടെയും കൈ ചെലവിട്ട് മാസകം നടത്തുന്ന നമ്മൾ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ അവസരം എനിക്ക് വേർതിരിച്ചു തന്ന എൻ്റെ ഭാരവാഹികളായ അച്ഛന്മാർക്കും ഉപദേശിമാർക്കെല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വചനങ്ങളാൽ നിങ്ങളെ സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കും. ഒപ്പം അടുത്ത ഏപ്രിൽ 25 തിരുമേനിയുടെ 10ാം ഓർമ്മ ദിനമാണ്. അന്ന് പൂർത്തീകരിക്കാനാണ് എൻ്റെ മനസ്സിലും ഞങ്ങളുടെ ദൈവദാസന്മാർ ഞങ്ങൾ 3 പേരും അലിയേട്ടന്മാരാ ഞങ്ങളുടെ 3 പേരുടെയും ആഗ്രഹം ആ 25-ന് പൂർത്തീകരിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയും സഹകരണവും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ദേവാലയത്തിൻ്റെ പണിക്കും ഞാൻ പറഞ്ഞ വിഷയത്തിനും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സാക്ഷി നിരവി. ഒരിക്കൽ പാവാന്തകര കുഴിയാതിൽ ഞാൻ മരിച്ചവനായി കിടന്നു ഇടത്തിൽ നിന്നു. ഒരിക്കൽ പാപാന്ധകാര കുഴിയതിൽ മരിച്ചവനായി കിടന്നൊരിടത്തു നിന്നു. ഉയർത്തിയെന്നോളമല്ലേ നിർത്തിയവൻ ഉറപ്പുള്ള പാറയാകും ക്രിസ്തുവിൽ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം
വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ അങ്ങനെ പാടുന്ന ഒരാളല്ല. മാസയോഗത്തിന് സാക്ഷ്യം പറയുമ്പോൾ പെട്ടെന്ന് സാക്ഷ്യം പറഞ്ഞ് ഇരിക്കുന്ന ആളാണ്. പാടുവാനുള്ള കാരണം ഈ 2025 ഒരു മാസയോഗത്തിനും പങ്കെടുത്തില്ല. 4ാമത്തെ മാസയോഗമാണ്. കഴിഞ്ഞ 3 മാസയോഗത്തിനും പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. എൻ്റെ ഭൗതികരമായിട്ടുള്ള ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോയത് കാരണം അത് ഒഴിവാക്കാൻ വയ്യാത്ത ജോലി ആയതുകൊണ്ട് മാസയോഗത്തിന് പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. തുടർന്നുള്ള മാസങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ മാസയോഗം മുടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. മാസയോഗം ആണെങ്കിലും ധ്യാനയോഗം ആണെങ്കിലും ഒന്നും മുടക്കുന്ന വ്യക്തിയല്ല. എങ്കിലും കഴിഞ്ഞ 3 മാസം മുടങ്ങുവാനിടയായെങ്കിലും എൻ്റെതായിട്ടുള്ള കഷ്ടതകൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എങ്കിലും തുടർന്നും ഈ 4ാമത്തെ മാസയോഗത്തിലും ഈ കരിപ്പുഴ ദേവാലയത്തിൽ വന്ന് വലിയവനായിരിക്കും ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ മകത്തീരിപ്പാൻ അടിയനെ ഇടയാക്കി അടിയനെ എൻ്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് ദൈവമക്കളായിരിക്കും നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. തമ്പാൻ സാറ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ പണി തുടങ്ങിയിട്ട് 10 വർഷം കഴിയുന്നു. ഇതുവരെ അത് പൂർത്തീകരണം ആയിട്ടില്ല. ഞങ്ങളുടെ ദേവാലയത്തെയും വീണ്ടും നിങ്ങളോട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് യാചിക്കുകയാണ്. ദേവാലയത്തിൻ്റെ പണികളെ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങളും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ ഇരുന്നുള്ളൂ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠ ദൈവദാസന്മാർ, സഭാ ശുശ്രൂഷകൾ, പല സഭകളിൽ നിന്നും കടന്നു വന്ന ദൈവമക്കൾ, നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നൽകാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും ബലപ്പെടുത്തിയതിനായി ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭ പുന്നപ്പറ സഭയാണ്. എൻ്റെ ക്രിസ്തീയ ജീവിത നിലനിൽപ്പിന് കർത്താവിൻ്റെ വിലയേറിയ അഭിഷക്തന്മാരും കടന്നു വന്ന ജനങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നേരുന്നു. അപ്പോൾ നിങ്ങളോടൊപ്പം ഒരു പ്രാവശ്യം കൂടി സാക്ഷി പറയുവാൻ ദൈവം തന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് വെങ്കോട്ട ദൈവസഭയിലാണ്. എല്ലാവരും വരാനാണ് ഇരുന്നത്. പക്ഷേ രാവിലെ വലിയ കാലാവസ്ഥ പ്രതികൂലമായിട്ട് നിന്നു. കഴിഞ്ഞ ദിവസവും രാത്രിയെല്ലാം മഴയായിരുന്നു. ഞാൻ ആണ് മധ്യസ്ഥ പ്രാർത്ഥന ഇവിടെ നോട്ടീസിൽ അടിച്ചത്. ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ തിരുവല്ല കോഴഞ്ചേരി പോകുന്ന സ്ഥലങ്ങളിൽ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ കയറി വന്നിട്ടുള്ള ബസ് അല്പം വൈകിപ്പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് താമസിച്ച് കടന്നു വരാൻ കഴിഞ്ഞത്. എങ്കിലും പ്രാർത്ഥനയിൽ ഫുള്ളായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടിരിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. എൻ്റെ സുവിശേഷയ്ക്ക് വേലയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുമെന്നുള്ള ഉറപ്പും ദൃഢനിശ്ചയത്തോടുകൂടി കർത്തൃനാമത്തിൽ ഇരുന്നു കൊള്ളുന്നു. ദൈവം നാളെ ധാരാളമായി നമ്മെ അനുഗ്രഹിക്കുമാറാണ്. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ. ഞാൻ ഈ സഭയുടെ ശുശ്രൂഷകനാണ്. ഇങ്ങനെ ഒരു മാസയോഗം ഇവിടെ വെച്ച് നടത്തുവാൻ ദൈവം ഇടയാക്കി തന്ന വലിയ കൃപയോർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് വലിയ പ്രതികൂലത്തിൻ്റെ നടുവിലായിരുന്നു ഞാൻ. എങ്കിലും വലുവനായ ദൈവം ബലപ്പെടുത്തി എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. എൻ്റെ പ്രതികൂലത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു ദേവാലയത്തെയും കൂടെ ബാധിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. മാസയോഗം തീരുമാനിച്ച അന്ന് മുതൽ മഴയാണ്. സാധാരണ ജൂൺ മാസത്തിലാണ് മഴ തുടങ്ങുന്നത്. ഇത് മെയ് 15 തന്നെ മഴ തുടങ്ങി. എങ്കിലും ദൈവം വലിയവനാണ് എന്ന് ഇന്ന് പകൽക്കാലം ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 8-ാം തീയതി എൻ്റെ മകനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. വലിയ മരണത്തിൽ നിന്നും വലിയ ഒരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. വലിയവനായ ദൈവം അവിടുന്ന് അത്ഭുതകരമായി വിടുവിച്ചു. ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ സമീപ പ്രദേശത്തുന്ന ഒരിടത്തിലൊരു വലിയ പ്ലാവ് കാറ്റിന് മറിഞ്ഞു വീണു. എൻ്റെ വീടിനെ തൊടാതെ താഴെ വീണു എന്നുള്ളതാണ്. അല്പം മാറിയിരുന്നെങ്കിൽ എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം കൊണ്ട് പോയാലും വലിയ ഒരു പ്ലാവ്, ചെറിയ പ്ലാവല്ല. ആ പ്രതികൂലത്തിൻ്റെ നടുവിലായിരുന്നു 2 മാസക്കാലം ദൈവം ആയിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിലൂടെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ഇവിടെ മഴയുടെ കാലമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഇന്ന് പകൽക്കാലം ഈ മാസയോഗം ഇവിടെ കഴിയുമ്പോൾ എൻ്റെ പ്രതികൂലം രാവിലെ വന്ന് ഇന്നലത്തെ മഴയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭാരപ്പെട്ടു. എന്ത് ചെയ്യും?
മാസയോഗം മഴയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ഒന്ന് ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുവെങ്കിലും രാവിലെ എഴുന്നേറ്റപ്പോഴും മഴയാണ്. എങ്കിലും മഴ സമയത്ത് ദൈവം ഓർത്തും എന്നുള്ള ആ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചു. രാവിലെ മുതൽ ഇന്നും സുമരെയും മഴ പെയ്യാതെ നല്ല മനോഹരമായ ഒരു കാലാവസ്ഥ ദൈവം നമുക്ക് ദാനം ചെയ്തു. അതോടൊപ്പം തന്നെ എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ ആ പ്രതികൂലങ്ങളെല്ലാം ഇന്ന് പകൽക്കാലത്തെയും മാസയോഗത്തോടെയും മാറിപ്പോയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തുടർന്നും ദൈവത്തിൻ്റെ നിലനിൽപ്പ് ദൈവ വേലയിൽ നിലനിർത്തുവാൻ ദൈവ മക്കളുടെയും ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും ഉപദേശിമാരുടെയും മറ്റ് സഭാജനങ്ങളുടെയും വിലയേറിയ പ്രാർത്ഥനയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സാക്ഷ്യം നൽകുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിലുള്ള മാസ്യോം സെക്രട്ടറി എന്നുള്ള രീതിയിലുള്ള നന്ദി ഞാൻ വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു. എനിക്കും എൻ്റെ ഭവനത്തിനും എൻ്റെ മക്കൾക്കും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എനിക്കും എൻ്റെ ഭവനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിട്ടുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2-3 മാസയോഗത്തിന് ശേഷം കരിപ്പുഴ ദേവാലയത്തിൽ മാസയോഗത്തിൽ പങ്കെടുക്കുവാൻ സർവശക്തനായിട്ടുള്ള സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന വലിയ അവസരത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലായിരിക്കുന്ന മാരാമൺ ഭദ്രാസനത്തിൻ്റെ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മോസസ് പുള്ളോലിക്കൽ തിരുമേനി, ഭദ്രാസനത്തിൻ്റെ വൈദിക ശ്രേഷ്ഠര്, ഉപദേശിമാരെല്ലാവർക്കും സ്നേഹ വന്ദനം. കരിപ്പുഴ ദേവാലയവുമായിട്ടുള്ള വലിയ ആത്മീയ ബന്ധം എൻ്റെ വലിയ അപ്പച്ചനുമായിട്ടുള്ള ഒരു വലിയ ബന്ധമാണ്. അപ്പച്ചൻ്റെ കൂടെ ഈ ദേവാലയത്തിൽ കടന്നു വരുന്നത് ഞാൻ ഓർക്കുകയാണ്, കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ വലിയ ഒരു ഓർമ്മകൾ ഉള്ള ദേവാലയം തന്നെയാണ്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട PC പൗലോസ് സ്വദേശിയുടെ ഉദ്യമ ഫലമായിട്ട് നല്ലൊരു മാസയോഗം ഇവിടെ ക്രമീകരിക്കുവാൻ സാധിച്ചു. പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. കാരണം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്ത്യ കാലഘട്ടത്തിലൂടെ മുൻപോട്ട് പോകുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 7-ാം വാക്യം, നേഷൻ റൈസ് അഗെയിൻസ്റ്റ് നേഷൻസ്, കിങ്ഡം റൈസ് അഗെയിൻസ്റ്റ് കിങ്ഡം. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും യുദ്ധം ചെയ്യുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, യുദ്ധം അതിൻ്റെ ഭീകരമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ തന്നെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ്. ലാർജ് സ്കെയിൽ ഓഫ് വാർ, ഒരു വലിയൊരു ലോക മഹായുദ്ധത്തിലേക്ക് ലോകം മുൻപോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ ഇന്ത്യയുടെ ഒരു ബൗണ്ടറി പ്രദേശമല്ലാത്തതുകൊണ്ട് സുരക്ഷിതരാണ് എന്ന് ധരിക്കുകയാണെങ്കിലും നമ്മളും സുരക്ഷിതരല്ല. ഏത് നിമിഷം എന്ത് സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ഫെമൈൻ, സ്കേഴ്സിറ്റി, ഭക്ഷണത്തിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ട്. ഗാസയിലൊക്കെ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി അവർ ബുദ്ധിമുട്ടും. അനവധി പ്രശ്നങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ, കാലത്തിൻ്റെ കാരണഭൂതനും ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ എല്ലാവരുടെയും രക്ഷകനായിട്ടുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു വലിയ മടങ്ങി വരവിന് വേണ്ടി നമുക്ക് ഓർത്തിരിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യാമെന്ന് മാത്രം ഓർപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഓർപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ചതഞ്ഞോടയൊടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എൻ്റെ യേശു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും എന്നെ ഏൽപ്പിച്ച ദൈവസഭയെയും നടത്തുന്ന വിധങ്ങളെയും
പുലർത്തിയ വിധങ്ങളെയും ഓർത്താൽ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ തീരുകയില്ല. അത്രത്തോളം ദൈവം അതിശയകരവും അത്ഭുതകരവുമായി നടത്തുന്ന ഒരു ദൈവമാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എപ്പോൾ മരിക്കുമെന്നാണ്. അതാണ് എൻ്റെ മനസ്സിലെ പലപ്പോഴും എൻ്റെ ചിന്ത. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന നാളുകൾ ചതഞ്ഞ ഓട ഒടിക്കാത്തവനും പുകയുന്ന തിരിയെ കെടുത്താത്തവനുമായ കർത്താവിൽ കൂടുതൽ ശരണപ്പെട്ട് ജീവിക്കുവാനും ദൈവമേൽപ്പിച്ച ശുശ്രൂഷകൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യുവാനും ഞങ്ങളുടെ കുടുംബമായ എല്ലാ നന്മയ്ക്കും വേണ്ടി എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയെ വീണ്ടും ചോദിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന കരിപ്പുഴ സഭയ്ക്ക് വേണ്ടി ഉണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ പോകുന്ന സഭ, പുന്നപ്ര സഭ അവിടെ വന്നിട്ടുണ്ട്, വരാതിരുന്ന സഭക്കാരൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ എല്ലാ സഭകളെ ഓർത്തുകൊണ്ട്, നിർമ്മാണം നടക്കേണ്ട പള്ളികളെയൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു മാസയോഗത്തിൽ പങ്കെടുക്കാൻ തക്കവണ്ണം ദൈവം എന്നെയും സഹായിച്ച വിധങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മാസയോഗം തീരേണ്ട സമയം കഴിഞ്ഞു. 10 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞ് ഇന്ന് 10:30 തുടങ്ങിയത്. അപ്പോൾ കടന്നു വന്നപ്പോൾ 10:30 ആരും വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷാജാനുമായിട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റായിട്ടാണ് എന്നോട് പറഞ്ഞത്, അച്ഛൻ ധൈര്യമായിട്ടിരുന്നു, വെള്ളമൊക്കെ പോകും, നമുക്ക് മാസവും ഭംഗിയായിട്ട് നടത്താം, പക്ഷെ ആള് വരുമോ എന്നുള്ളതാണ്. ഇത്രയും പേര് കടന്നു വന്നു, അതിന് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ളതായ മാസയോഗങ്ങളിലും അത് കടന്നു വന്ന് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് കേൾപ്പിച്ച വചനം വളരെ പ്രത്യാശ തരുന്നതായ വചനമാണ്. കാരണം ഭയപ്പെടേണ്ട, വെള്ളമാണേലും കാറ്റാണേലും മഴയാണേലും വെയിലാണേലും ഭയപ്പെടേണ്ട, നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. തുടർന്നുള്ളതായ സഭകളിലെ മാസയോഗത്തിനും കടന്നു വന്ന് പങ്കെടുക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹവും മനോഹരമേറിയതായ ഈ നല്ല വിശുദ്ധ ദിവസത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവമേ, അവിടുത്തെ കർത്താവ് ഞങ്ങളോട് അവിടുന്ന് കാണിക്കുന്ന വലിയ കരുണയ്ക്കായിട്ട് ഞങ്ങൾ തിരുനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാലാവസ്ഥ പ്രതികൂലമായി, എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം പിന്നെയും ഒരു മുഖാന്തരം കൂടെ ഒരുക്കി തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കന്മാരെ ദൈവവരങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ രോഗത്തിന്റെ പ്രയാസങ്ങളൊക്കെയും ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിലും അവിടുത്തെ നാമത്തിലുള്ള പ്രത്യാശയിൽ മുൻപോട്ട് ജീവിപ്പാൻ അവിടുന്ന് കൊടുക്കുന്നതായ അമിത ബലത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുടുംബസ്ഥരായി കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ദൈവവരങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, നല്ല കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയാകത്തക്ക രീതിയിൽ നല്ല തൊഴിൽ മാർഗങ്ങൾ, മേഖലകൾ, ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുവാൻ അവിടുന്ന് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവസ്ഥകളെ ഞങ്ങൾ ഓർക്കുമ്പോൾ വിദ്യാഭ്യാസമില്ല എന്നുണ്ടെങ്കിൽ
സമൂഹത്തിൽ ഉയരുവാൻ തക്കവണ്ണം കഴിയുകയില്ല എന്നുള്ളത് കാലഘട്ടം തെളിയിച്ചതായ ആ സത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെയും കർത്താവ് ദൂരദേശങ്ങളിലൊക്കെ ആയിരുന്നു വിദ്യാഭ്യാസം ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെയും തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അതിലുപരിയായി വിദ്യാഭ്യാസത്തിനും ജോലിക്കുമൊക്കെ ആയിട്ട് ദൂരദേശങ്ങളിലായിരിക്കുന്ന ഈ സഭയുടെ അംഗങ്ങളായിട്ടുള്ളവരും മറ്റും ഉണ്ട്. അവരെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവമേ, ഈ മാസയോഗം ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഇതിനു വേണ്ടി കർത്താവെ ചുമല് കൊടുത്തിരിക്കുന്നതായ അനേക പ്രിയപ്പെട്ടവരുണ്ട്. ആ പ്രിയപ്പെട്ടവരെയൊക്കെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അനുഗ്രഹത്തിന് ഇതൊരു കാരണമായി തീരുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ലഭിച്ച വഴിപാടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീട്ടിയ കരങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ കടന്നു വന്നിരിക്കുന്നതായ ഉപദേശിമാരെയും കർത്താവ് അച്ഛന്മാരെയും ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവമേ, അടുത്ത മാസയോഗം എത്രയും വേഗം അത് ക്രമീകരിപ്പാൻ തക്കവണ്ണമുള്ളതായ സാഹചര്യങ്ങളെ ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സകലവും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെ അവൻ്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുമിശിയെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.